ദൈവം സഹായിച്ച് ഞാൻ ലൊക്കേഷനിൽ പെടാതെ പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് പോയി ലൊക്കേഷനിൽ ഇരുന്നാൽ മതി, അങ്ങനെ ആകുമ്പോൾ ഈ കോളൊന്നും ഇന്ത്യക്ക് വരില്ല. അങ്ങനെ ഇന്നതിൻ്റെ ഇടയിൽ നിർത്തി ഇങ്ങനെ 25 ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിലാവും എന്നുള്ള കാര്യം പറയാണ്. പൈസ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ സംഭവങ്ങളല്ല. അപ്പോൾ ആദ്യം പൈസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ ഈ അഭിനേതാവിൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു, ഇത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ ഇടപെടി. കാരണം നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഈ യുവതിനെ കൊണ്ടുവന്നതും ഈ പ്രശ്നങ്ങളും യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഈ യുവതി പരാതികൾ പോയി പറഞ്ഞത് ഈ ഒരു വ്യക്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ തീർക്കി. കാരണം നമ്മളതിൽ ഇടയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തവരാണ് ഈ കാര്യങ്ങൾ അവസാനം വരെ നിൽക്കേണ്ടത്. പക്ഷേ ഈ യുവതിയും ഈ എൻ്റെ കാസറ്റ് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഹനാനല്ലാതെ ഇതിൽ ഒരാളും ഇടയിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിത് റെക്കോർഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഈ കോൾസ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചിട്ട് എനിക്കിത് ആരെ കൊണ്ടേ കാണിക്കാനാണ്, എനിക്ക് ആരോട് പരാതിപ്പെടാനാണ്. പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ, അതുതന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതൊക്കെ നടന്ന റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ ഈ യുവതിയാണ്. 2, ഈ യുവതി ഈ പൈസ വാങ്ങിയതിനെതിരെയും ഈ എൻ്റെ കാസറ്റ് പൈസ വാങ്ങിയതിന് പരാതി ഉണ്ടെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആൾക്കാർ അഭിനേതാവിൻ്റെ മാനേജറാണ്. അപ്പം ഞാൻ പറയണത്, ഞാൻ എന്ത് അന്വേഷണത്തിലും ഞാൻ റെഡിയാണ്. അതായത് എൻ്റെ ഫോൺ കോൾക്ക് അന്ന് വന്ന ഫുൾ കോളിൻ്റെ ഡാറ്റ എന്നോട് നാളെ പോലീസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഹാജരാക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ഈ കേസിൽ അഭിനേതാവിൻ്റെ പൈസ തട്ടാനോ അല്ലെങ്കിൽ അഭിനേതാവിനെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ യുവതിക്ക് പൈസ വാങ്ങി കൊടുക്കാനോ ഒന്നും നിന്നൊരാളല്ല. അതായത്